വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരത്തെ ഏറ്റവും ഹയസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള സൂവിലാണ്, മൃഗശാല. അപ്പോൾ മൃഗശാല എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല മൃഗങ്ങളും ഇവിടെയുണ്ട്, പക്ഷികളുണ്ട്. അപ്പോൾ ഇവയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ എത്തിയിരിക്കുന്നത് സിംഹവാലൻ കുരങ്ങിനെയാണ്. അപ്പോൾ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിവർഗം കൂടിയാണിത്. സിംഹത്തിൻ്റെ വാലിന് സദൃശ്യമുള്ളത് കൊണ്ടാണ് ഇവയെ സിംഹവാലൻ കുരങ്ങ് എന്ന് പറയുന്നത്. കാടുകളിൽ ഏകദേശം 20 വർഷത്തോളം ജീവിക്കുമെന്നാണ് അറിവ്. അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് ബംഗാൾ കുരങ്ങിനെ കാണാനാണ്. നമ്മൾ ഇന്ത്യയിലും ആഫ്രിക്കയിലൊക്കെ ബംഗാൾ കുരങ്ങ് ഉള്ളതായിട്ടാണ് അറിവ്. ഇത് ഇവിടെ ഇപ്പോൾ ഒന്നേ ഉള്ളൂ, ഒന്നവിടെയെങ്കിലും കാണണം. ഒരു ബംഗാൾ കുരങ്ങ് നിപ്പുണ്ട്. അത് അതിൻ്റെ ഇടയിൽ വേറെ നിപ്പുണ്ട്. അപ്പോൾ രണ്ടുപേരുണ്ട് ഇവിടെ. ബംഗാൾ കുരങ്ങ് ആലിൻ്റെ ഇടയിലൊക്കെയാണ് അവരുടെ താമസമൊക്കെ ഇവിടെ വന്നിട്ട്. അടുത്തത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തത്തയും കാട്ടുകോഴിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. തത്തയൊക്കെ നിറയെ ഇരിപ്പുണ്ട് ഇതിനകത്ത്. അപ്പോൾ നിറയെ തത്തയൊക്കെ ഉള്ള ഒരു ചെറിയ പ്ലേസിനകത്താണ് ഇട്ടിരിക്കുന്നത് തത്തേനെയൊക്കെ. അടുത്തതായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ആമസോൺ തത്തയെ കാണാനാണ്. ഇവിടെ ആമസോൺ തത്തയൊക്കെ മുകളിൽ ഇരിപ്പുണ്ട്. ഇത്രയും വലുതൊക്കെയാണ് കേട്ടോ. ആമസോൺ തത്ത എന്നൊക്കെ പറയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വലിയ കയറി ഇരിപ്പുണ്ട് മുകളിൽ. അടുത്ത ചേർന്ന് തന്നെ സൺ കോന്യൂർ എന്ന് പറഞ്ഞ് നമുക്കൊരു തത്തയൊക്കെ ഇവിടെ കാണാം. നമ്മൾ സാധാ തത്ത പോലെ തന്നെ, പക്ഷെ നമ്മളിവിടെ ഇത് കണ്ടിട്ടുണ്ടാവും വെളിയിലൊക്കെ. നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ കണ്ടിട്ടുണ്ടാകും കേട്ടോ. മുകളിലൊന്ന് മഞ്ഞയും ബാക്കി താഴോട്ട് വരുമ്പം പച്ചയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അടുത്ത തത്തയുടെ പേരാണ് സ്കാർലെറ്റ് മക്കാവ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും ബോർഡ് എഴുതിയിട്ടുണ്ട്. ആളിനെ കാണാനില്ല. അകത്തിരിപ്പുണ്ട്, മുകളിലിരിപ്പുണ്ട്. ഇത്രയും വലുതാണതും. ഗ്രില്ലിട്ടിരിക്കുന്നതുകൊണ്ടാണ് വലിയ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കാത്തത്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ലതായിട്ട് കാണാൻ സാധിക്കും ഇതിനെയൊക്കെ. അടുത്ത തത്തയുടെ പേരാണെന്തൊരു പാം കൊക്കാറ്റു എന്ന് പറഞ്ഞ പേര്. എന്തൊക്കെ പേരാന്തോ. ഇത് സൈഡിൽ തന്നെ അള്ളി പിടിച്ചിരിപ്പുണ്ട് മുകളിൽ. ആരെ കാണാൻ കയറി പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ വെയിലടിക്കുന്ന കാരണം ക്ലാരിറ്റി കുറവാണ്. ഞാൻ ചെറുതായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. ഇതേ അടുത്തൊരു തത്തയുടെ പേരാണ് ഗ്രീൻ വിങ്ഡ് മക്കാവു. ഇതൊക്കെ പിള്ളേർക്കിടാൻ പറ്റിയ പേരുകളാണ്. അത് കറക്റ്റ് ഒളിച്ചാൻ ഇരിപ്പുണ്ട് അതിനകത്ത്. കണ്ടോ, നമുക്ക് ചെറുതായിട്ട് ലൈറ്റായിട്ട് കാണാൻ സാധിക്കും. ചെറിയൊരു കളറിൽ അങ്ങനെ ഇരിപ്പുണ്ട് അങ്ങറ്റം. പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റിയ പേരാണ് ഇതൊക്കെ. നമ്മൾ വന്ന വഴി മാറിപ്പോയി എന്താ തോന്നുന്നത്. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ബേഡ്സിൻ്റെ ഫോട്ടോ ഇത് കാണുന്നത്, പക്ഷികളെന്ന് പറഞ്ഞ്. നമ്മൾ അപ്പുറത്തൂടെ കറങ്ങി ഇപ്പുറത്തെത്തി. സാരമില്ല, നമുക്കിവിടെ നോക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് ഇതാ കിടക്കുന്നിടത്ത് കാക്ക അനങ്ങാതെ ഇരിപ്പുണ്ട്. അവിടെ വളർത്തുന്ന കാക്കയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒരനക്കവും ഇല്ല, പാവം. പാവം, അത് അനക്കമൊന്നുമില്ല, മിണ്ടാതിരിപ്പുണ്ട്. അത് കഴിഞ്ഞാൽ വെള്ളിമൂങ്ങ, ഇവിടെ വെള്ളിമൂങ്ങ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, അവർ എഴുതിയിട്ടുണ്ട് കണ്ടോ, ഇതൊക്കെ എന്തൊക്കെയാണ് അത് തിന്നുന്നത്, അതിൻ്റെ വെയിറ്റ്, എത്ര ജീവിതവർഷം ജീവിക്കും, അതെല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ആൾ, നോക്കട്ടെ. ഇതിനകത്ത് എവിടെയെങ്കിലും ഒന്ന് കാണണം. അതാ ഒന്നിരിപ്പുണ്ട്, ഒരാൾ മുകളിൽ ഇരിപ്പുണ്ട്, ഒന്ന് സുഖമായിട്ടവിടെ ഇരിപ്പുണ്ട്. അടുത്തൊന്നത് ഒരു സൈഡിൽ ഒന്നിരിപ്പുണ്ട്, ഒളിഞ്ഞങ്ങ് മിണ്ടാതിരിപ്പുണ്ട്, ആരും കാണാതിരിക്കാൻ. നല്ല റേറ്റുള്ള സാധനമാണ് വെള്ളിമൂങ്ങ. അതിനെയൊക്കെ വളർത്തുന്നുണ്ട് ഇവിടെ ആൾക്കാർ. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഹിമാലയൻ കഴുകൻ. വലിയ കഴുകന്മാരാണ്. ഉത്തരം ഹെവി ടീമാണ് ഇരിക്കുന്നത്. ഇവിടെ കണ്ണാടി ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കണ്ടോ, അതിൻ്റെ മീതെ ഇരിക്കുന്നുണ്ടോ. ഒരു മനുഷ്യനെ തിന്നാനുള്ള സാധനമാണ് അത്ര ഇരിക്കുന്നത്. ഇതാ ഒന്ന് അവിടെ താഴെ നിൽക്കുന്നു. പിന്നെ എൻ്റെ അത്രയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. വലിയ ആൾക്കാരാണ് അതിനകത്ത് നിൽക്കുന്നതെല്ലാം, ചെറിയ ആൾക്കാരൊന്നുമില്ല. അതിൻ്റെ അടുത്ത് തന്നെ ഇതാ കണ്ടോ, കടൽ പരന്ത്, വെള്ളവേറയൻ, ബംഗാൾ കഴുകൻ, ഇതിനെല്ലാം ഒരു കൂട്ടിലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇതേ കണ്ടോ, ഇതൊരു കഴുകനാണ്. എല്ലാ കഴുകന്മാരെയും ഒരു കൂടിനകത്താണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ പേരുകൾ വേറെ വേറെ എന്നേ ഉള്ളൂ. ഓരോ കഴുകന്മാരും ഓരോ പേരിൽ അറിയപ്പെടും. അടുത്തത് ഇതിൻ്റെ മുകളിൽ ഒന്നിരിപ്പുണ്ട്. അതിന് ഇരിക്കാൻ വേണ്ടി കൂട് പോലെയൊക്കെ നല്ല സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഏറ്റവും മുകളിൽ വന്നിരിക്കുന്നത് നല്ല വലിയ സാധനമാണ് ഇരിക്കുന്നത് കണ്ടോ. നല്ലൊരു വലുതാണ് ഇരിക്കുന്നത്. അതിന് കൂടൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഓരോ ഇതായിട്ട് ഷെഡിൽ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുകയാണ്. എന്തൊരറിയണമെന്ന് ഇപ്പോഴത് അവിടെ ഇരിക്കുകയുണ്ട്. അതുപോലെ വേറെ ഇതിനകത്ത് ഉപ്പുണ്ട്. ഇത് കണ്ടോ, ഒന്ന് കിടക്കുന്നത് ഉത്തരം വലുതാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് പറക്കുകയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെ ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ മീനിനെ പോലെ ഇരിക്കുമെന്നാണ് തോന്നുന്നത്. ഇവിടെ നല്ല ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കാണപ്പെടുന്നത്. ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് എന്ത് കഴിക്കുമെന്നുള്ള. ഒരനക്കവും ഇല്ലാതെ മറ്റേ നമ്മൾ എന്ത് പറയുന്നത്, സിമെൻറ്റിൽ എങ്ങനെ ചെയ്തു അതുപോലെ കിടക്കുകയാണ്. അതിൻ്റെ ചുണ്ടൊക്കെ ഒന്നുണ്ടോ ഉത്തരം ഒരു വ്യത്യാസത്തിലാണ്.
ഒരു അനക്കം പോലും ഇല്ല, കാല ഒന്നും അനങ്ങുന്നില്ല. അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഗ്രില്ലിനകത്താണ്. പെട്ടെന്ന് ചാടി വരുമൊന്നുമില്ല. ഒന്ന് വെള്ളത്തിനകത്ത് കിടപ്പുണ്ട് മുങ്ങി. അത് നീരാടുകയാണ്. ഇവൻ വെയിൽ കൊള്ളുകയാണ് കേട്ടോ. വാല് പോലും അനക്കാതെ മിണ്ടാതെ കിടപ്പുണ്ട്. ഇത് നമ്മളെ ഇവിടെ കാണുന്ന വിവിധ ഇനം കൊക്കുകളെയാണ് ഇവിടെ അവർ ചെയ്തിരിക്കുന്നത്. കുളക്കൊക്ക്, ചാരമുണ്ടി, ചേരക്കോഴി, വെൺകൊതുമ്പനം, അങ്ങനെ നിറയെ ഉണ്ട് കേട്ടോ. കൊക്കുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഇവിടെ ഉണ്ട്. അതേപോലെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ഉണ്ട്. വെള്ളത്തൊപ്പി താറാവ്, നീലക്കോഴി, വർണ്ണക്കൊക്ക്, പേരുകൾ കുറേ ഉണ്ട്. ഇതിനെല്ലാം വിട്ടിരിക്കുന്നത് ഒരിടത്താണ് വിട്ടിരിക്കുന്നത്, അതും കായലിൻ്റെ നടുക്കിലാണ്. ഇത് കണ്ടോ, ഇതൊരു കുളം പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്താണ് കണ്ടോ നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ കൊക്ക്. കണ്ടോ, ഇവിടെ കൊക്ക് മാത്രമേ ഉള്ളൂ. അത്രയും ഉണ്ടാവും. മീനൊക്കെ സുഖമായിട്ടൊന്ന് മീൻ പിടിച്ച് തിന്നുന്നുണ്ടോ. അതിന് കരിമീനാണ് ഇട്ടിട്ടുള്ളത്, തിലോപ്പിയ. കണ്ടോ, അത് വായിക്കാത്തോട്ട് അടിപൊളിയായിട്ട് ചവിട്ടി കയറ്റുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കൊക്കും ഇതിനകത്താണ് ഉള്ളത്. ഇവിടെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാത്തരം കൊക്കുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ ഒറ്റ വലയ്ക്കുള്ളിൽ തന്നെ ഇത് കണ്ടോ, കൊക്കൊക്കെ പറന്ന് അടിപൊളിയായിട്ട് മരത്തിൻ്റെ മുകളിലൊക്കെ പോയിരിപ്പുണ്ട്. കണ്ടോ, എല്ലാ കൊക്കുകളെയും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു വലിയ കൊക്ക് നിൽപ്പുണ്ട്. കൊക്കല്ല, അത് കഴുകിനെയും കാട്ടിലും അപ്പുറത്താണ് കൊക്കിൻ്റെ നീളം നിൽക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങോട്ടേക്ക് മീൻ, ഇതേ കണ്ടോ മീനുകൾ. ഇതിനകത്ത് വലിയൊരു മീനുണ്ട്, കാണാൻ സാധിക്കും മീനിനെയൊക്കെ. അടുത്ത് പന്നിക്കരടി അല്ലെങ്കിൽ തേൻ കരടി എന്ന് അറിയപ്പെടും. നമ്മൾ സിനിമയിലൊക്കെ ഫോട്ടോയിലൊക്കെ കാണുന്ന സാധനം തന്നെ തോന്നുന്നു. അത് ഇവിടെ നിൽപ്പുണ്ട്. അതൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന കരടി പോലെ ലുക്ക് തന്നെ കേട്ടോ. രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, അതിന് അടിപൊളിയായിട്ട് എന്ത് പറയുന്നത് മരങ്ങൾ, അതുപോലെ നല്ല സെറ്റപ്പായിട്ട് അവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിന് നടക്കാൻ ഒരു വഴി, എന്ത് വേണം എല്ലാം, ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും പോലും അതിനും ചെയ്തു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ അടുത്തായിട്ടാണ് നിൽക്കുന്നത്, വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ബേഡ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊരു കിളി ഇരിപ്പുണ്ട്. അതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് കുറേ ഇരിപ്പുണ്ട്. കണ്ടോ, പേരൊക്കെ വലിയ പേരാണ്. സുവർണ്ണക്കോഴി. മലയാളത്തിലൊരു പേര് മാത്രം കിട്ടി, സുവർണ്ണക്കോഴി. അതും അത് അകത്തിരിപ്പുണ്ട്. നെറ്റായതുകൊണ്ടാണ് ഭയങ്കര പാടായിരിക്കുന്നത് കേട്ടോ കാണാൻ. ഇങ്ങനെ ചെറിയൊരു നിഴൽവട്ടത്തിലകത്ത് കാണാം. അത് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. സുവർണ്ണക്കോഴി, നമ്മളെ മലയാള പേര് സുവർണ്ണക്കോഴി. കണ്ടോ, ഗ്രില്ലിട്ടിട്ടുണ്ട്. അതിനകത്ത് ഗ്ലാസ്. വെള്ളിക്കോഴി. അടുത്തത് വെള്ളിക്കോഴി, സിൽവർ. അത് സുഖമായിട്ടിരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. വെള്ളിക്കോഴി. അതുപോലെ ബ്ലൂ ക്രൗൺസ് പീജിയൻ. കണ്ടോ, ഒരു സൈഡ് ഗ്ലാസ് ആണ് അതിന്. അതായത് നടന്നു പോകുന്നു കണ്ടോ. അത് ഒരു സൈഡ് ഗ്ലാസും ഒരു സൈഡ് വന്ന് നെറ്റുമാണ് അടിച്ചിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടാണ്. അതേ മുകളിലൊന്നിരിപ്പുണ്ട്. നമുക്ക് കാണാനൊക്കെ ക്യാമറയിലെടുക്കുമ്പോൾ ഭയങ്കര പാടാണ്. ഇതൊക്കെ കാണാൻ നമുക്ക് നേരെ സാധിക്കില്ല. അല്ലാതൊക്കെ ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാനൊക്കെ സാധിക്കും. വെള്ളിക്കോഴി ഇനി ഇവിടെ ഉണ്ട്. താഴെ വന്നിരിക്കുന്നു കണ്ടോ, നെറ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ കണ്ടോ, സുഖമായിട്ട് കിടക്കുകയാണ് നീണ്ടു നിവർന്ന് വെള്ളിക്കോഴി. അതുപോലെ നക്ഷത്രാമ, കോടികൾ കിട്ടുന്ന ഒരു ആമയാണ് നക്ഷത്രാമ. അതാന്ന് രണ്ടെണ്ണം കിടപ്പുണ്ട് അവിടെ. 2 നക്ഷത്രാമ കിടപ്പുണ്ട്. അതിൻ്റെ ഫുഡൊക്കെ അവിടെ സൈഡിൽ കിടപ്പുണ്ട് കണ്ടോ. ഈ നമ്മുടെ മലക്കറിയൊക്കെയാണ്, പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് കഴിക്കാൻ ഫുഡായിട്ട്. 2 എണ്ണം അവിടെ അങ്ങ് നിൽപ്പുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇതാവുന്ന നിൽപ്പുണ്ട് നക്ഷത്രാമ. കറക്റ്റ് നക്ഷത്രമുണ്ട് കേട്ടോ അതിൻ്റെ ഇതിൽ. അടുത്തത് സിംഹത്തിൻ്റെ മടയിലെത്തിയിട്ടുണ്ട്. സിംഹം മുകളിൽ കിടപ്പുണ്ട്. സിംഹം ഇപ്പോൾ കണ്ടോ, ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ് അത് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ഗ്രില്ലൊക്കെ അടിച്ചിട്ടുണ്ട്. ഗ്രില്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ തീർന്നു. സിംഹത്തിൻ്റെ വായിലിരിക്കും. അത് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. തലയൊക്കെ പൊക്കി വെച്ച് നോക്കുകയാണ് ആടാന്ന്. യമു നിൽപ്പുണ്ട്. യമു അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. എൻ്റെ അത്രയും പൊക്കമുണ്ടെന്ന് തോന്നുന്നു യമു കണ്ടിട്ട്. ഇവിടെ നോക്കുമ്പോൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ഒരു ആളാണ് യമു. ഓക്കെ, എൻ്റെ കണ്ടു അതൊക്കെ നടക്കുന്നതൊക്കെ ഒരു ലുക്കാണത്. അതുപോലെ അതിൻ്റെ കുറുക്ക് വന്നിട്ട് ആ ഭാഗം കണ്ടോ എഴുതിയിട്ടുണ്ട് ഇവിടെ യമു. അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും അതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ്, അതുപോലെ ആഹാര രീതി, അതിൻ്റെ ജീവിത കാലയളവ്, എത്ര വർഷം ജീവിക്കുക, അതിനെങ്ങനെ പേര് വന്നു, ഇതെല്ലാം അതിൽ എഴുതിയിട്ടുണ്ടാവും. കണ്ടോ, ഇത് മറ്റേ ഒരു കൂര ഇരിക്കുന്ന പോലെയാണ് അതിൻ്റെ മുതുകൊക്കെ ഇരിക്കുന്നത്. അത് എൻ്റെ അടുത്ത് വരെയാണ്. അതിനെ തിന്നാന്നേം കൊടുക്കുമെന്ന് വിചാരിച്ചായിരിക്കും. പോകുന്നു. ഓക്കെ, ആ നടന്ന ആ വഴി അങ്ങ് പോകുന്നുണ്ട്. അടുത്ത് നമ്മൾ നീർക്കുതിര അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ എന്തിനു പറയും, ഹിപ്പോപ്പൊട്ടാമസ്. അതിൻ്റെ നീളമൊക്കെ കണ്ടോ. അപ്പോൾ 1.4 നല്ല നീളമുണ്ട്. കുറേ വർഷം ജീവിക്കും. എല്ലാം വെള്ളത്തിലാണ് കിടക്കുന്നത്. കാക്കകളാണ് കൂട്ടി ഇവിടെ ഇരിപ്പുണ്ട് എല്ലാവരും. ഇത് കണ്ടോ, 1 2 3 4
4-5 വെള്ളത്തിനകത്ത് കിടപ്പുണ്ട് സുഖമായിട്ട്. അത് വെള്ളത്തിനകത്തേ കിടക്കുള്ളൂ കാരണം ചൂട് കാലമാണ് ഇപ്പോൾ, അതുകൊണ്ട് സുഖമായിട്ട് അതിനകത്ത് കിടപ്പുണ്ട്. കാക്കകൾ കൂട്ടുവരിപ്പുണ്ട് അതിന്. അടുത്തത് വന്നത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. 45 വർഷം വരെ ജീവിക്കുമെന്ന്. ദൈവമേ, ഇന്ത്യയിലൊക്കെ ഉള്ളതാണ് കേട്ടോ. ഭാരമൊക്കെ 2200 കിലോ ആണ്. അതെ, അതാ നടക്കാനൊന്നും വയ്യ, എന്നാലും ഇത് കണ്ടോ അതിനകത്ത് നിന്ന് ഇറങ്ങി വരെയാണ്. കണ്ടോ, നടക്കാൻ ഒരു ഭയങ്കര അതിൻ്റെ വെയിറ്റ് കൊണ്ടായിരിക്കും നടക്കാൻ പറ്റാതെ അങ്ങോട്ട് പയ്യെ നടന്നു പോകുന്നുണ്ട്. അതങ്ങ് കയറിപ്പോയത്. അതെ, ഇവിടെ വരുമ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ കലാമാനൊക്കെ നിൽപ്പുണ്ട്. അതുപോലെ മ്ലാവൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ മ്ലാവും കലാമാനും കൂടെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇതിനകത്ത് നിറയെ ഉണ്ട് കേട്ടോ. ഇത് നമുക്കിവിടെ നോക്കുമ്പോൾ കണ്ടോ, നമുക്ക് കാണാൻ സാധിക്കും. നിറയെ നിൽപ്പുണ്ട്. എഴുതിയിട്ടുണ്ട് മ്ലാവ് സാമ്പാർ ഡിയറോ, എവിടെ എത്തുന്നുണ്ട് മ്ലാവ് കലാമാൻ എന്നൊക്കെ കണ്ടോ. ഒരു സൈഡിലോട്ട് മ്ലാവും കലാമാനോട്ട് അങ്ങോട്ടും തിരിഞ്ഞ് കിടപ്പുണ്ട്. അവർ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ കിടപ്പുണ്ട് എല്ലാവരും. നിറയെ അതിനൊരു ഗ്രൗണ്ടായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടോ അവർ. പുല്ല് പറിക്കുന്നതാണ് ഗൈസ്. കളിക്കണത് തലയിൽ നോക്കാതെ ആര് വെച്ചിട്ട്. അടുത്തത് വന്നിട്ട് പന്നിമാനാണ്. പന്നിയിൽ ഉണ്ടായതായിരിക്കും, അതുകൊണ്ട് പന്നിമാൻ ഇതാവുന്നത് ഇപ്പോൾ ഉണ്ട്. സാധാ മാനിൻ്റെ ലുക്ക് തന്നെ തോന്നുന്നു. അല്ല, അതിൻ്റെ മുഖം വന്നിട്ട് ഒരു വ്യത്യാസ ലുക്കാണ്. കൊമ്പൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ മാനും മിക്സ്ഡ് ആണ് ഉണ്ടോ. പക്ഷേ ഓരോ പേരുണ്ട്, ഓരോ പേരുകൾ. പക്ഷേ ഇതിനകത്ത് മിക്സ് ചെയ്താണ് അവർ ഇട്ടിട്ടുള്ളത് ഇതിനകത്ത്. ഇവിടെ ഒരു കണ്ടോ പുള്ളിമാനൊക്കെ നിൽപ്പുണ്ട് ഇവിടെ. പുള്ളിമാനും കാലമാനും എല്ലാം ഇതിനകത്താണ്. അപ്പോൾ എല്ലാവരും ഒരു ഗ്രൗണ്ടിനകത്താണ് നിൽപ്പുള്ളത്. കണ്ടോ, പുള്ളിമാൻ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തത് കാട്ടുപോത്താണ്. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള അതുപോലെയാണ് കണ്ടോ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്രയും ഗെറ്റപ്പുള്ള കാട്ടുപോത്തല്ല. കണ്ടോ, ഇത്ര നല്ല വണ്ണമൊക്കെ ഉണ്ട്. 600 കിലോയ്ക്ക് മേലെ ഉണ്ടെന്നാണ് അവർ എഴുതിയിരുന്നത് അവിടെ. കണ്ടോ, നല്ല ആരോഗ്യമുള്ള കാട്ടുപോത്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. മറ്റേ ഒരാഴ്ചത്തേക്കുണ്ട്. കൊള്ളാം. അടുത്ത് മാംസഭോജികൾ, അതായത് നമ്മുടെ കടുവ അങ്ങനത്തെ ടീമുകളാണ് ഈ സൈഡിലോട്ട്. ഇവിടെ പുള്ളിപ്പുലി കിടപ്പുണ്ട്. പുള്ളിപ്പുലി ഇവിടെയും കാണണമല്ലോ. കിടത്ത് ഓയ്യോ ഗെറ്റപ്പിൽ കിടപ്പുണ്ട്. മുകളിൽ കയറി കൈയും കാലും വിരിച്ചിട്ട് കിടപ്പാണ്. എപ്പോഴും ഉറക്കമാണ് അതിൻ്റെ ശീലമെന്ന് തോന്നുന്നു. ഒന്ന് വന്നിട്ട് അതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. എപ്പോഴും 2 പേരെ ഉള്ളൂ എന്ന് തോന്നുന്നു ഇതിനകത്ത് കേട്ടോ. ഇവിടെ വരുമ്പോൾ ബംഗാൾ കടുവയുണ്ട്. 140 കിലോ ഭാരം തൊട്ടുണ്ട്. നല്ല ഉറക്കമാണ്. ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നതാണ്. നല്ലൊരു എല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിനൊക്കെ സമയത്തിന് ഫുഡ് കിട്ടും കണ്ടോ. നല്ല ഉറക്കമാണ്. വേറെ ആർക്ക് എന്ത് കിട്ടിയില്ലെങ്കിലും ഇതിനകത്തുള്ളതിനെല്ലാം കിട്ടും. ഇവിടെ അടുത്ത കടുവ കിടന്ന് നല്ല ഉറക്കമാണ് കണ്ടോ. അതിൻ്റെ ഫ്രണ്ടിലേക്ക് കിടക്കുന്നുണ്ടോ, അതിൻ്റെ ഫുഡാണ് അത് കിടക്കുന്നത് അവിടെ. അവൻ്റെ ഫ്രണ്ടിലായിട്ട് കിടക്കുന്നത്. അത്രയും നല്ല കിഡിലായിട്ട് അവരെ നോക്കുന്നുണ്ട് അതിനെ. നമ്മുടെ നാട്ടിൽ കുറുനരി എന്ന് പറഞ്ഞ സാധനം, ഊളൻ. ഇവിടെ 16 വർഷം വരെ ജീവിക്കും. ഇത് അതിനകത്താണ് കയറിയിരിക്കുന്നത് കണ്ടോ. നടുവിൽ മാത്രം കാണാൻ പറ്റുന്നുള്ളൂ. കണ്ടോ, സുഖമായിട്ടിരിപ്പുണ്ട്. കറക്റ്റ് മാളത്തിനകത്ത് കയറിയിരിപ്പുണ്ട്. അടുത്ത് ഇവിടെ കഴുതപ്പുലി. പണ്ട് കേട്ടിട്ടുണ്ട് കഴുതപ്പുലി. ആദ്യമായിട്ട് കണ്ടു കഴുതപ്പുലി. ഇതേ കയറിപ്പോണ് കഴുതപ്പുലി. തിരിച്ചു വരുമോ എന്തോ പ്രതീക്ഷയില്ല. അകത്ത് കയറിപ്പോയി അതും. നീലക്കാള. എന്തൊരു സാധനം നീലക്കള, ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. നീലയൊന്നും കണ്ടില്ല. എല്ലാവരും മഞ്ഞ കളറിൽ തന്നെ ഇരിപ്പുണ്ട് സാധാ. ഇത് കാളയല്ലല്ലോ അതിന്. ഇതെന്തോ ഒരു സാധനമാണ്. നീലക്കള എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്കും അറിയത്തില്ല എന്താണെന്ന്. ആദ്യമായിട്ട് ഞാനും കാണുന്ന ഒരു സാധനമാണ് നീലക്കള എന്ന് പറഞ്ഞ്. ചേർന്ന് തന്നെ ബ്രൗൺ റിയ എന്ന് പറഞ്ഞ് അടുത്ത ടീം. ഇതാരാന്തോ ബ്രൗണൊന്നും കണ്ടില്ല. ഇതും വെള്ള തന്നെ. ഇതെല്ലാവരും കണ്ട് അടുപ്പിച്ചടുപ്പിച്ച് ഒരു വലയ്ക്ക് അപ്പുറം ഇപ്പുറമായിട്ടാണ് ഇതിനെയൊക്കെ നിർത്തിയിരിക്കുന്നത് എല്ലാ ഇതിനെയും. അതിൻ്റെ അടുത്ത് തന്നെ ഇതിൽ ഇത്ര നീലയുണ്ട് കേട്ടോ. നീലക്കള എന്ന് പറഞ്ഞ സാധനത്തിൽ OSS നീലക്കള എന്ന് പറഞ്ഞാൽ അതിലൊരു നീലയുണ്ട്. അവിടെയൊക്കെ നിപ്പുണ്ട് നമ്മളൊക്കെ ചെറിയൊരു നീലയുണ്ട്. മയിൽ. വേറെ ഒരിടവും കണ്ടില്ല. മയിൽ ഇതിനകത്തൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പുറത്ത് നിപ്പുറം ചാടിയെന്ന് തോന്നുന്നത്. മുള്ളൻപന്നിയെ കണ്ടിട്ടില്ലാത്തവർക്ക് മുള്ളൻപന്നിയെ കാണാം. മുള്ളൻപന്നിയുടെ കൂട്ടിൽ തന്നെ വേറെ കിളികളൊക്കെ ഉണ്ട് കേട്ടോ. മുകളിലൊക്കെ വന്നിരിപ്പുണ്ട് കിളികളൊക്കെ. മുള്ളൻപന്നി എന്നിട്ട് താഴെയാണ് അവരിട്ടിരിക്കുന്നത്. കണ്ടോ, മുള്ളൻപന്നികൾ നിറയെ ഇരിപ്പുണ്ട്. പക്ഷേ ഇത് അഴുക്കാക്കിയെന്ന് തോന്നുന്നു. അതിൻ്റെ ഇതുകൊണ്ട് ഗ്ലാസ് ഫുള്ളും അഴുക്കാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നേരെ കാണാൻ സാധിക്കില്ല. ഇതിൻ്റെ ഫ്രണ്ടിലൊന്നും ഇരിപ്പുണ്ട് ഇവിടെ കണ്ടോ. ഇതായിരിക്കുകയാണ്. പക്ഷെ നിഴലടിച്ച് കാരണം നേരെ കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ കണ്ണാടി ഗ്ലാസ്സിനൊക്കെ.
അടുത്ത ചിത്രശലഭ പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ ചിത്രശലഭങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ബോർഡുണ്ട്, ഓരോ ചിത്രശലഭത്തിനും കണ്ടോ, ഓരോ ബോർഡാണ് എഴുതിയിട്ടുണ്ട്, ഏതൊക്കെ ചിത്രശലഭങ്ങളുണ്ട് എല്ലാം ഇതൊക്കെ കറക്റ്റായിട്ട് അവർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നിറയെ ഉണ്ട് ചിത്രശലഭങ്ങൾ. ഇതൊക്കെ നമുക്ക് എല്ലാം കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒന്നും കണ്ടില്ല. ഒരു വെള്ള ചിത്രശലഭം കൂടെ പറക്കുന്നുണ്ട്, വേറെ ഒന്നും കാണില്ല. അത് കണ്ടോ, അടിപൊളിയായിട്ടൊരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് ചെയ്തേ. ഇവിടെ ഒന്നും കാണാനില്ല വേറെ ഒന്നും. എവിടെയും വീണ്ടും കുറേ എഴുതിയിട്ടുണ്ട് ബോർഡുകളൊക്കെ. ഇത് നടുക്കിലൊരു പമ്പ് സെറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് വെള്ളച്ചാട്ടമൊക്കെ ചെയ്തിട്ടുണ്ട് മുകളിലോട്ട്. പക്ഷേ ഇതിന് ഇവിടെ വേറെ ഒരു കാടിൻ്റെ ലുക്കുണ്ട്. ഇത് ഇവിടെ അടുത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടോ. അതാ വഴിയിൽ കൂടെയൊക്കെ പറക്കുന്നുണ്ട് ചിത്രശലഭങ്ങൾ. ഇതാ ഉണ്ട്. യെസ് ഉണ്ട്. അത് ഇവിടെയും ബോർഡുണ്ട്. ഇവിടെ എന്തൊക്കെ ചിത്രശലഭങ്ങൾ ഉണ്ടെന്നാണ് അവർ എഴുതിയിട്ടുള്ളത് ഇതിൽ. ഇതാ 2-3 ഇതാ പോകുന്നുണ്ട്. അത് വെറൈറ്റി സാധനങ്ങൾ തന്നെ, നമ്മളിവിടെ കണ്ടിട്ടില്ലാത്തത് പോലത്തെ തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, കൊള്ളാം. കണ്ടല്ലോ, ഭാഗ്യം. അല്ലെങ്കിൽ ചിത്രശലഭത്തിനെ കാണാൻ നമ്മൾ പോകേണ്ടി വന്നേനെ. അടുത്തത് കണ്ണാടി മുതല. അതെന്താ കണ്ണാടി മുതല? കണ്ട വെള്ളത്തിനകത്ത് കണ്ണാടി പോലെ തന്നെ കിടപ്പുണ്ട്, അതുകൊണ്ടായിരിക്കും കണ്ണാടി മുതൽ തന്നെ പേര് വന്നത്. ഒന്നതാ കിടക്കുന്ന, ഒന്നതാ കരയിലിരിപ്പുണ്ട് സുഖമായിട്ട് കണ്ടോ. ഒരു അനക്കം എന്ന് പറഞ്ഞാൽ ഒരു ഇതുപോലും അതിന് വന്നിട്ടില്ല. അനക്കം എന്ന് പറയണത് അത് സുഖമായിട്ട് ഇതാ ആമ അതിനകത്ത് ആമ. പിന്നെ അതിന് പേടി വേണ്ട, ഇത് തിന്നുമെന്ന ഒരു പേടി വേണ്ട മുതലൊന്നും. അത് സുഖമായിട്ട് നീന്തി കളിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ പേടി വേണ്ട. ഒട്ടക പക്ഷി കണ്ടിട്ടില്ലാത്തവർക്ക് ഏതാ ഒട്ടക പക്ഷി? ഇതേ ഒട്ടക പക്ഷി നിൽപ്പുണ്ട്. അതെന്തൊക്കെയോ ഇലകളാണ് കൊത്തിപ്പറക്കി തിന്നുന്നത് കേട്ടോ. കണ്ടോ, ചെറിയ ഇലയൊക്കെയാണ് അത് കൊത്തിപ്പറക്കി തിന്നുന്നത്. പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട് കണ്ടോ. അതിൻ്റെ കഴുത്തുണ്ട്, ജിറാഫിനെയും കാട്ടിലും കഴുത്താണ്. അത് സുഖമായിട്ട് ഇങ്ങനെ താന്ന് വന്ന് ചെയ്യുന്നുണ്ട്. എഴുതിയിട്ടുണ്ടോ ഓട്ടോ പക്ഷി, ഓസ്ട്രിച്ച്. അതേപോലെ സുഖമായിട്ട് കിടപ്പുണ്ട്. മുകളിൽ മയിലിരിപ്പുണ്ട്, താഴെ ഓട്ടോ പക്ഷി തലയും പൊക്കി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മയിലുകളെ കണ്ടോ. അപ്പുറത്തുനിന്ന് കയറിയതാണ് മയിലുകൾ. അടുത്ത് ഇവിടെ ഉരകങ്ങളാണ്, പാമ്പ്, സ്നേക്കിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക ബിൽഡിങ് ചെയ്തിട്ടുണ്ട് അവർ. അടിപൊളിയായിട്ട് പാമ്പിനെയൊക്കെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇതാ എൻ്റെ കിഡിലും ഐറ്റം. വെള്ളത്തിനകത്ത് നൈസായിട്ട് കിടപ്പുണ്ട്. ഇവരിതിൽ എഴുതിയിരിക്കുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാമ്പെന്നാണ് അതിനെ വിശേഷിപ്പിച്ച് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് ചെറുതായിട്ട് കിടപ്പുണ്ട് കണ്ടോ, സുഖമായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ചുറ്റി പിളഞ്ഞൊക്കെയാണ് കിടക്കുന്നത് പാമ്പ്. ഇതിനകത്ത് പാമ്പിന് കിടക്കാൻ വരെ AC ആണ് ഇതിനകത്ത് ഫുള്ളും സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അവർ. മൂർഖൻ, അടുത്തത് മൂർഖൻ. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് കിങ് കോബ്ര, മൂർഖനൊന്നും കാണാനില്ലല്ലോ. എവിടെ? അതാ നീളത്തിനൊരുത്തൻ കിടപ്പുണ്ട്. യെസ് അതിന് മാളങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, അതിന് മാളങ്ങളൊക്കെ ഇതാ ഒന്ന് സൈഡിൽ കല്ലിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. അത് പൊത്തിനകത്ത് കയറുന്നതാണത്. ഇതേ കണ്ടോ. വന്നില്ല, ഇതെങ്കിലും കാണാൻ ഒരു ഭാഗ്യം കിട്ടി കേട്ടോ. ഇതേ അതാ ഒന്ന് സൈഡിൽ കിടപ്പുണ്ടോ. മൂർഖനാണ് കിടക്കുന്നത്, ഒരു കടിക്ക് തീരുള്ളേ ഉള്ളൂ. മറ്റേത് മാളത്തിനകത്ത് കയറിപ്പോയി. ഇതാ ഇഴഞ്ഞു വരെയാണ് കണ്ടോ. നിറയുണ്ട് കേട്ടോ ഇതിനകത്ത് മൂർഖൻ. ഇതടുത്ത് വെള്ളാമ, നീർക്കോലി, കരാമ, ഇതെല്ലാവരെയും ഒന്നിനകത്താണ് ഇട്ടിരിക്കുന്നത്. ആമയും നീക്കോലിയെ കണ്ടില്ലല്ലോ. നീക്കോലി ഇവിടെ, നീക്കോലി ഇതെവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ആമ അത് ഇറങ്ങി പോകുന്നുണ്ട്. നീക്കോലി ഇവിടെ, നീക്കോലി അതാ വെള്ളത്തിൻ്റെ സൈഡിൽ പയ്യെ ഇരിക്കുകയാണ് നീക്കോലി. അതാ ഒരു വാല് കാണാൻ പറ്റും നീക്കോലിയുടെ അടിയിൽ കൂടെയൊക്കെ. നീക്കോലി മാത്രമേ ഉള്ളൂ. നീക്കോലി പയ്യെ തലയും പൊക്കി വെച്ച് സൈഡിൽ ഇരിപ്പുണ്ട്. ഇതേ കണ്ട, നീക്കോലി ഇരിക്കുന്ന തലയും പൊക്കി വെച്ചോണ്ട്. ഇത് മുട്ടയാണെന്ന് തോന്നുന്നു കേട്ടോ, ആമയുടെ മുട്ട ഇരിക്കുന്ന പോലെ ഇരിപ്പുണ്ട്, ഫീൽ ചെയ്യുന്നു. അടുത്തത് കാട്ടുപാമ്പാണ്. കണ്ട, കാട്ടുപാമ്പിൻ്റെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഇവിടെ ചുറ്റിയൊക്കെ ഇരിപ്പുണ്ട് കണ്ട, മരത്തിൻ്റെ ഇടയിൽ, മരത്തിൻ്റെ ആ കൊമ്പിലൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തറയിലത് കിടപ്പുണ്ട്. ഇവിടെ ഇതിനകത്ത് ഫുള്ളും പാമ്പാണ് കേട്ടോ, പക്ഷേ ഇതിനകത്ത് AC ആണ് ഫുള്ളും ചെയ്തിട്ടുള്ളത്. അടുത്ത് വന്നിട്ട് ഇരുതലമൂരി. ലക്ഷക്കണക്കിന് കോടികൾ വില കിട്ടുന്ന സാധനമാണ് ഇതാ ഇരുതലമൂരി. അതാ ഒന്ന് കിടപ്പുണ്ട്, ഒന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇതാ കിടപ്പുണ്ട്, 2 സൈഡും തലയുള്ള പാമ്പ്. എല്ലാത്തിനും ബോർഡ് എഴുതിയിട്ടുണ്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അടുത്ത് വന്നിട്ട് ഇതാ റെഡ് ഈഡ് സ്റ്റെല്ലർ എന്ന് പറഞ്ഞ് എന്ത് സാധനം എനിക്കറിഞ്ഞൂടാ, ഞാനും ആദ്യമായിട്ട് കാണുന്നതാണ്. ഒരു ആമയാണ്, പക്ഷെ ആമയുടെ അവിടെ വന്നിട്ട് അതിൻ്റെ കണ്ണ്, ആ കഴുത്തിൻ്റെ അവിടെ വന്നിട്ടൊരു ഓറഞ്ച് കളർ പോലെ വരയുണ്ട്. അടുത്തതായിട്ട് ഇതാ കരിക്കുര്യൻ പാമ്പാണ് നമ്മൾ നോക്കുന്നത്. അതാ അങ്ങറ്റം കിടപ്പുണ്ട് കണ്ടോ, മണലിൽ ചുരുണ്ട് കൂടി അങ്ങറ്റം കിടപ്പുണ്ട്, ആരും ശ്രദ്ധിക്കാതെ കിടക്കുകയാണ്. ഇതിൽ നല്ല അടിപൊളിയായിട്ട് അവർ കൂടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. AC ആണ്. വെള്ളത്തിൽ ആ സെയിം പാമ്പ് തന്നെ വെള്ളത്തിൽ കിടപ്പുണ്ട്. ഇത് വന്നിട്ട്
ഒരു 4-5 പാമ്പുകളുണ്ട്. ഒരു 5-6 പാമ്പുകൾ മിക്സ്ഡ് ആണ് ഇതിനകത്ത്. ഇതിവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും കണ്ടോ, ഈ തടിയിൽ ഫുള്ളും പാമ്പാണ്. ചെറിയ പാമ്പൊക്കെ നിറയെ ഇരിപ്പുണ്ട്, പക്ഷെ ഒരു വലിയ പാമ്പായിട്ടൊന്നും തന്നെ ഉള്ളൂന്നു. ഇല്ല കുറേ ഉണ്ട് കേട്ടോ. അതേ പൂച്ചക്കണ്ണൻ പാമ്പ്, നാഗത്താൻ പാമ്പ്, വില്ലൂനി. അടുത്ത് ചേരയാണ്. നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ്, ചേരയാണ്. ചേര ഇവിടെയൊക്കെ ഇതാ കുറേ കിടപ്പുണ്ട് കണ്ടോ, മുകളിൽ ഉഞ്ഞോ പൊന്നു. ആ വഴി അതിന് ഇറങ്ങിപ്പോകാൻ പറ്റും. ആ ഗ്രില്ലൊക്കെ പൊളിച്ച് കഴിഞ്ഞാൽ പോകും. കണ്ടോ ഇവിടെ തറയിൽ കിടപ്പുണ്ട്, നിറയെ കിടപ്പുണ്ട് കേട്ടോ. ചേര നിറയെ ഉണ്ട്. അടുത്ത് ഗ്രീൻ അനോക്കോണ്ട. അനോക്കോണ്ട കാണാം. എവിടെ ഇതാ കിടക്കണം വെള്ളത്തിൽ കണ്ടോ. അനോക്കോണ്ട വെള്ളത്തിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, കാണാൻ പറ്റും. ഇതേ കണ്ടോ വാലൊക്കെ. ബാക്കി എവിടെ എന്തോ, ബാക്കി ഇവിടെ ഇനി കാണാം. അതോ നീളത്തിന് കിടക്കുന്നുണ്ടോ. ഇത് കരയിൽ കിടക്കുന്നതാണ് ഒന്ന് വലുത്. ഇത് രാജവെമ്പാല. നമ്മുടെ നാട്ടിൽ സാധാ കാണുന്നതാണ് രാജവെമ്പാല. നടപ്പുണ്ട്. ഇത് പത്തിയൊക്കെ വിടർത്തിക്കൊണ്ടിരിക്കുന്നു. അനക്കമൊന്നുമില്ല ആള്. നമ്മളടുത്ത് വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ മയിലിനെയൊക്കെ കാണാം കണ്ടോ. മയിലിന് വേണ്ടി മാത്രം ഇവിടെ ഇതുണ്ട്. മയിൽ പീലിയൊക്കെ വിരിച്ച് നിൽപ്പുണ്ട് കേട്ടോ, കാണാനൊക്കെ സാധിക്കും മയിൽ പീലിയൊക്കെ വിരിച്ച് നിൽക്കുന്നത്. നേരത്തെ നോക്കിയപ്പോൾ മയിലൊക്കെ അങ്ങ് പറന്ന് വരുന്നുണ്ടായിരുന്നു കുറേയൊക്കെ. ഇതേ കണ്ടോ, മയിൽ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നിൽപ്പുണ്ട്. നേരത്തെ അങ്ങോട്ട് തിരിഞ്ഞു വന്നു, ഇപ്പം ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽപ്പുണ്ട് മയിൽ കണ്ടോ. പീലി വിടർത്തി നിൽപ്പുണ്ട്. മഴയൊന്നും കാണാനില്ല, എന്നാലും പീലി വിടർത്തി നിൽപ്പുണ്ട് മയിൽ. എന്തായാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടു സംഭവം.